ലബനനും ഹിസ്ബുള്ളയും ഒരുപോലെ ഞെട്ടിയ ദിവസം. പേജറുകളിലൂടെ ഇസ്രയേൽ നടത്തിയ ആക്രമണം തീർത്തും അപ്രതീക്ഷിതം. 1 മണിക്കൂറോളം നീണ്ട സ്ഫോടന പരമ്പര. ഹിസ്ബുള്ള പ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്ന 100 കണക്കിന് പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. ഒരു പെൺകുട്ടി ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് 11 പേർ, 3000-ലധികം പേർക്ക് പരിക്ക്. എങ്ങനെയാണ് ഹിസ്ബുള്ളയുടെ പേജർ സപ്ലൈ ചെയിനിൽ ഇസ്രയേൽ കടന്നു കയറിയത് എന്നതാണ് ഏറ്റവും പ്രധാന ചോദ്യം. തിരിച്ചടിക്ക് ഹിസ്ബുള്ള ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പരക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ ഇത്തരമൊരു ആക്രമണമായിരിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ആശയവിനിമയത്തിന് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് പേജറുകളാണ്. ടെക്സ്റ്റ് സന്ദേശം മാത്രം കൈമാറാൻ കഴിയുന്ന സംവിധാനം. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തകർ മൊബൈൽ ഫോണുകളിൽ നിന്ന് പേജറുകളിലേക്ക് മാറിയത്. മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ നീക്കം. താരതമ്യേന കുറഞ്ഞ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന പേജറുകൾ സുരക്ഷിതമെന്നാണ് കരുതിയത്. പക്ഷേ ഹിസ്ബുള്ള പ്രവർത്തകരെ മാത്രം ലക്ഷ്യം വെക്കാൻ ഏറ്റവും നല്ലത് പേജറുകളാണെന്ന് മനസ്സിലാക്കിയാണ് ഇസ്രയേൽ നീങ്ങിയത്. അത് അവർ കൃത്യമായി നടപ്പാക്കിയിരിക്കുന്നു. അപ്പോഴും എങ്ങനെയാണ് പേജറുകളെ സ്ഫോടക വസ്തുക്കളാക്കിയത് എന്നതാണ് കുഴയ്ക്കുന്നതും ആകാംക്ഷ നിറയുന്നതുമായ ചോദ്യം. വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പൊട്ടിത്തെറിച്ചത് സമീപ മാസങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങിയ തായ്വാൻ നിർമ്മിത പുതിയ മോഡൽ പേജറുകളാണെന്നാണ് റിപ്പോർട്ട്. പേജറുകളുടെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് 3 ഗ്രാം സ്ഫോടക വസ്തുവും റിമോട്ട് കൺട്രോൾഡ് ഡിറ്റനേറ്ററും ഒളിപ്പിച്ചു. പേജറിലേക്ക് ഹിസ്ബുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള സന്ദേശം എത്തിയപ്പോൾ അതിന്റെ ബാറ്ററി റിമോട്ട് ഡിവൈസ് ഉപയോഗിച്ച് അധികം ചൂടാക്കി സ്ഫോടനം നടത്തിയെന്നാണ് സൂചനകൾ. അങ്ങനെയെങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സപ്ലൈ ചെയിൻ ആക്രമണമാണ് നടന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച AP924 മോഡൽ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഗോൾഡ് അപ്പോളോ കമ്പനി ഇത് നിഷേധിക്കുകയാണ്. ആക്രമണം ഇസ്രയേൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ സമാന ആക്രമണം നടത്തിയ ചരിത്രമുള്ളവരാണ് ഇസ്രയേൽ. ഹമാസിന് വേണ്ടി സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചു നൽകിയിരുന്ന യഹിയ അയാഷിനെ 1996-ൽ ഇസ്രയേൽ കൊന്നിരുന്നു. 100ഓളം ഇസ്രയേലികളുടെ കൊലയ്ക്ക് കാരണക്കാരൻ എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് അയാഷ്. അച്ഛനുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ഫോൺ പൊട്ടിത്തെറിച്ചാണ് അയാഷ് കൊല്ലപ്പെട്ടത്. ഫോണിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചായിരുന്നു ഇസ്രയേൽ ഏജൻസികളുടെ അന്നത്തെ ഓപ്പറേഷൻ. ഹിസ്ബുള്ളയെ തങ്ങളുടെ അതിർത്തിയിലെ ഏറ്റവും വലിയ ഭീഷണിയായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത്. ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിന് പിന്നാലെ നിരവധി തവണ ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് മിസൈൽ തൊടുത്തിരുന്നു. മുൻ ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ഹിസ്ബുള്ള ശ്രമിച്ചിരുന്നു. ഇതിനുള്ള പ്രതികാരമാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ. എന്തായാലും പേജർ ആക്രമണത്തിന് ശക്തമായ മറുപടി കൊടുക്കാനാണ് ഹിസ്ബുള്ള ഒരുങ്ങുന്നത്. ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ഇറാനും വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. ലബനൻ അതിർത്തി കടക്കാതെ ആ മണ്ണിൽ കാലുകുത്താതെ ഇസ്രയേൽ നടത്തിയ ആക്രമണം അത്രത്തോളം ഹിസ്ബുള്ളയെ ഞെട്ടിച്ചു കളഞ്ഞു.